കനത്ത മഴയെ തുടർന്ന് ഇന്നത്തെ PSC പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകും. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം നൽകുക. ഓഗസ്റ്റ് 22 നടക്കുന്ന അവസാനഘട്ട പരീക്ഷയിൽ പങ്കെടുക്കാം. സുനിഷ അയിലൂരാണ് ചേരുന്നത്. സുനിഷ, ഏതൊക്കെ പരീക്ഷകളെയാണ് ബുദ്ധിമുട്ടിലാക്കിയത്? പലർക്കും അവസരം കിട്ടിയിട്ടില്ല. ഏതൊക്കെ പരീക്ഷകൾക്കാണ് വീണ്ടും അവസരം നൽകുക? വിനീത, വിവിധ തസ്തികകളിലേക്കുള്ള പ്രാഥമിക പരീക്ഷയായിരുന്നു, PSCയുടെ പ്രാഥമിക പരീക്ഷയായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. നടക്കുകയും ചെയ്തു പരീക്ഷ. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ഇടുക്കിയിലെയും ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് എത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിവിധ തരത്തിൽ ഈ ഉദ്യോഗാർത്ഥികൾ ആശങ്ക അറിയിച്ചതിന് പിന്നാലെയാണ് PSC ഇപ്പോൾ വീണ്ടും ഒരു അവസരം നൽകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെയും കോട്ടയം, ഇടുക്കി ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഈ പരീക്ഷ എഴുതാൻ കഴിയുമെന്നുള്ളതാണ് PSC അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓഗസ്റ്റ് 22-ന് അടുത്ത അവസാനഘട്ട പരീക്ഷ നടക്കാനുണ്ട്. ഈ സമയത്ത് ഇവർക്ക് കൂടി ഒരു അവസരം നൽകുമെന്നുള്ളതാണ്. അതിന് പ്രത്യേകമായി തന്നെ അപേക്ഷ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ഉടൻ തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നുള്ളത് കൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അടുത്ത മറ്റന്നാൾ കായികക്ഷമതാ പരീക്ഷ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ നടക്കാനുണ്ടായിരുന്നു. ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ, മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആ കായികക്ഷമതാ പരീക്ഷ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് PSC അറിയിക്കുന്നത്. ഏതായാലും ഉദ്യോഗാർത്ഥികൾ ഈ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ബുദ്ധിമുട്ടേണ്ടതില്ല എന്നുള്ളതാണ് PSC അറിയിക്കുന്നത്. പിന്നാലെയാണ് ഏതായാലും ഈ വീണ്ടും പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം, ഒപ്പം തന്നെ നാളെയും മറ്റന്നാളും നടക്കാനുള്ള കായികക്ഷമതാ പരീക്ഷ മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുള്ളത്. വിനീത.